ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. എന്റെ യേശുവാനിൽ വന്നിടും വേഗം, എന്റെ ക്ലേശമെല്ലാം തീർന്നിടും മോദം. എന്റെ യേശുവാനിൽ വന്നിടും വേഗം, എന്റെ ക്ലേശമെല്ലാം തീർന്നിടും മോദം. വീട്ടിൽ ചേരാറാ എന്റെ ഓട്ടം തീരാറാ, വീട്ടിൽ ചേരാറാ എന്റെ ഓട്ടം തീരാറാ. എന്റെ യേശുവാനിൽ വന്നിടും വേഗം, എന്റെ ക്ലേശമെല്ലാം തീർന്നിടും മോദം. കർത്താവായ യേശുക്രിസ്തു തന്നെ സത്യദൈവം എന്നതിനെ ആസ്പദമാക്കി ക്ലാസുകൾ നയിക്കുന്നത് ഇവാഞ്ചലിസ്റ്റ് ബിജു വിൽസൺ, കരക്കുളം. അതിപരിശുദ്ധനാകുന്ന ദൈവത്തിന്റെ അത്യന്തം ശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി തൃപ്പാദം എന്ന ശുശ്രൂഷയിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം. കഴിഞ്ഞ നാളുകളിൽ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ദൈവത്വം എന്ന വിഷയം നമുക്ക് പഠിക്കാനിടയായി. അതിനോട് ചേർന്ന് കർത്താവായ യേശുക്രിസ്തു നമുക്ക് നൽകുന്നതായിരിക്കുന്ന ജീവനെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചുമുള്ള പാഠങ്ങൾ ചിന്തിക്കാനിടയായി. അതിനോട് ചേർന്ന് ലോകത്തിന്റെ രക്ഷിതാവും മഹാദൈവവുമാകുന്ന യേശുക്രിസ്തു ലോകത്തുള്ള സമസ്ത മനുഷ്യർക്ക് നൽകുന്നതായിരിക്കുന്ന മറ്റൊരു വിഷയം ഈ സമയത്ത് പഠിക്കുവാൻ നാം ആഗ്രഹിക്കുന്നു. കർത്താവ് ലോകത്തുള്ള സമസ്ത മനുഷ്യർക്ക് നൽകുന്നതായിരിക്കുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് ആശ്വാസം. യേശു കർത്താവ് നമുക്ക് ആശ്വാസം നൽകുന്ന വ്യക്തിയാണ്. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 28-29 വാക്യങ്ങൾ: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളോരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇങ്ങനെ ഒരു വാക്ക് പ്രയോഗിച്ച ഒരു മഹാജ്ഞാനി, ഒരു മഹത് വ്യക്തി, ഒരു മഹാനായിരിക്കുന്ന പുരുഷൻ ഈ ലോകത്ത് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയാനായിട്ട് കഴിയുന്നതായിരിക്കുന്ന മറുപടി. കർത്താവായ യേശുക്രിസ്തു പറയുന്നു, ഈ ലോകത്തുള്ള എല്ലാവരും എൻ്റെ അടുക്കൽ വരട്ടെ, ഞാൻ അവരെ എല്ലാവരെയും ആശ്വസിപ്പിക്കും. എന്തിൽ നിന്നാണ് കർത്താവായ യേശുക്രിസ്തു നമുക്ക് ആശ്വാസം നൽകുന്നത്? ഒന്നാമത് ജീവിതഭാരത്തിൽ നിന്നും. ജീവിതഭാരത്താൽ അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്ന വ്യക്തികളെ അതിൽ നിന്നുള്ള മോചനം നൽകി കർത്താവായ യേശു രക്ഷിക്കുന്നു. രണ്ടാമത്, പാപത്തിന്റെ ഭാരം ചുമന്ന് ജീവിക്കുന്നതായിരിക്കുന്ന മനുഷ്യൻ, അഥവാ എൻ്റെ പാപഭാരം എങ്ങനെ ഞാന് പ്രായശ്ചിത്തം അർപ്പിച്ച് അതിൽ നിന്നുള്ളതായിരിക്കുന്ന വിടുതൽ പ്രാപിക്കും എന്നുള്ള ചിന്തയോടുകൂടി പാപമോചനത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ഭാരം ചുമക്കുന്നവരെ, നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. കർത്താവായ യേശുക്രിസ്തു നമുക്ക് ആശ്വാസം നൽകുന്ന മഹാദൈവം. കർത്താവ് നമുക്ക് ആശ്വാസം നൽകുന്നതായിരിക്കുന്ന ഒന്നാമത്തെ കാര്യം ജീവിതഭാരത്തിൽ നിന്നുള്ളതായിരിക്കുന്ന ആശ്വാസമാണ്. ജീവിതഭാരം ഏദൻ തോട്ടത്തിൽ ആരംഭിച്ചതാണ്. പാപം ചെയ്ത മനുഷ്യനോട് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, നീ മുഖത്തെ വിയർപ്പോടുകൂടി ഉപജീവിക്കും, നീ മുഖത്തെ വിയർപ്പോടുകൂടി അപ്പം തിന്നേണ്ടതായിട്ട് വരും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 19-ാമത്തെ വാക്യം. അന്നാരംഭിച്ചതായിരിക്കുന്ന ജീവിതഭാരം ഇന്നും മനുഷ്യൻ ചുമന്നുകൊണ്ടേയിരിക്കുകയാണ്. യാക്കോബ് എന്ന പിതാവ് തൻ്റെ ഭാര്യമാർക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും തനിക്ക് വേണ്ടിയും അധ്വാനിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, പകൽ വെയിൽ കൊണ്ടും രാത്രിയിൽ ശീതം അഥവാ തണുപ്പ് കൊണ്ടും ഞാൻ ക്ഷയിച്ചു, എൻ്റെ കണ്ണിന് ഉറക്കമില്ലാതെയായി. ഉൽപ്പത്തി പുസ്തകം 31-ന്റെ 40-ാമത്തെ വാക്യം. കർത്താവായ യേശു പറഞ്ഞൊരു ഉപമയിൽ മത്തായി സുവിശേഷം 20-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, പകലത്തെ ഭാരവും വെയിലും. ഇങ്ങനെ ജീവിതത്തിൽ ഭാരം ചുമന്ന് മുന്നോട്ടു പോകുന്നതായിരിക്കുന്ന മനുഷ്യനോട് ദൈവം പറയുന്നു, നിങ്ങൾ ഇതെല്ലാം ചുമക്കുമ്പോൾ, ജീവിതഭാരം നിങ്ങൾ ചുമക്കുമ്പോൾ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്നാണ് പറയുന്നത്.
നിങ്ങളെ ഞാൻ ചുമക്കുമെന്നാണ് പറയുന്നത്. നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കാമെന്ന് യെശയ്യാവിന്റെ പുസ്തകം 46:4 കൂടി കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കുന്നു. രണ്ടാമത് കർത്താവ് നമുക്ക് ആശ്വാസം നൽകുന്നത് പാപഭാരത്തിൽ നിന്നാണ്. മനുഷ്യൻ പാപഭാരം കൊണ്ട് നെടുവീർപ്പിടുകയാണ്. തൻ്റെ സഹോദരനാൽ അപമാനിക്കപ്പെട്ടതായിരിക്കുന്ന ദാവീദിന്റെ മകളായിരിക്കുന്ന തമാർ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ അപമാനം ഞാൻ എവിടെ കൊണ്ടുപോയി വെക്കും? ഞാൻ കളങ്കപ്പെട്ടിരിക്കുന്നു, ഞാൻ മഹാ അശുദ്ധിയിൽ വീണിരിക്കുന്നു, എൻ്റെ അപമാനം ഞാൻ എവിടെ കൊണ്ടുപോയി വെക്കും? മഹാനായ ദാവീദ് പറഞ്ഞു, ദൈവമേ, എന്നെ കഴുകി എൻ്റെ അകൃത്യം പോക്കേണമേ. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. സങ്കീർത്തനങ്ങൾ 51:2-7. മീഖാ പ്രവാചകൻ തന്റെ ഗ്രന്ഥത്തിൽ 6:7 ഇങ്ങനെ പറയുന്നു, എൻ്റെ അതിക്രമത്തിന് വേണ്ടി ഞാൻ എൻ്റെ ആദ്യജാതനെയും ഞാൻ ചെയ്ത പാപത്തിന് വേണ്ടി എൻ്റെ ഉദരഫലത്തെയും കൊടുക്കേണമോ? ലോകമുണ്ടായ നാൾ മുതൽ, മനുഷ്യൻ ഭൂമുഖത്തുണ്ടായ നാൾ മുതൽ മനുഷ്യൻ ജീവിതഭാരവും പാപഭാരവും ചുമന്ന് മുന്നോട്ട് പോവുകയാണ്. ഈ അവസ്ഥയിൽ കർത്താവ് പറയുന്നു, ജീവിതഭാരം ചുമക്കുന്നവരെ, പാപഭാരം ചുമക്കുന്നവരെ, എല്ലാവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരിക. എങ്ങനെയാണ് കർത്താവ് നമുക്ക് ആശ്വാസം നൽകുന്നത്? കർത്താവ് തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളും ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. യേശു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനമുണ്ടാക്കി. സമാധാനം ഒരു മനുഷ്യന്റെ ഉള്ളിൽ വന്നാൽ ആ മനുഷ്യൻ യഥാർത്ഥ ആശ്വാസം പ്രാപിക്കും. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1:20 കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ആത്മാക്കൾക്കുള്ള ആശ്വാസമാണ് ഞാൻ നൽകുന്നത്. ശരീരഭാരത്തിൻ്റെതായിരിക്കുന്ന, ജീവിതഭാരത്തിൻ്റെതായിരിക്കുന്ന ആശ്വാസം കർത്താവ് നമുക്ക് നൽകുന്നതോടൊപ്പം തന്നെ ആത്മാക്കൾക്കുള്ള ആശ്വാസവും കർത്താവ് നൽകുന്നു. മത്തായി സുവിശേഷം 11:29 അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ഞാൻ തരും. പ്രഭാതത്തിൽ ആശ്വാസം പ്രാപിക്കാനായിട്ട് താല്പര്യപ്പെടുന്ന വ്യക്തിയാണോ നിങ്ങൾ? എൻ്റെ ജീവിതഭാരം എവിടെ കൊണ്ടുപോയി വെക്കും? എൻ്റെ പാപഭാരം എവിടെ കൊണ്ടുപോയി വെക്കും എന്ന് നിങ്ങൾ മനോവേദനയാൽ നീറി മുന്നോട്ടു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ പ്രഭാതത്തിൽ കർത്താവായ യേശുക്രിസ്തു എന്ന ദൈവത്തിൻ്റെ പുത്രൻ അഥവാ മഹാദൈവവും രക്ഷിതാവുമായവൻ നിങ്ങൾക്ക് ഈ പ്രഭാതത്തിൽ ആശ്വാസം നൽകുന്നതാണ്. ബഹുമാന്യരെ, ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ജീവിതഭാരവും അതുപോലെ തന്നെ പാപഭാരവും ചുമന്ന് മുന്നോട്ടു പോകുമ്പോൾ പൂർണ്ണമായിരിക്കുന്ന ആശ്വാസം ഈ ലോകത്തിൽ നമുക്ക് ലഭിച്ചില്ല എങ്കിലും വരാനുള്ള ലോകത്തിൽ പൂർണ്ണ ആശ്വാസം നമുക്ക് ലഭിക്കും. വെളിപ്പാട് പുസ്തകം 21:3 മുതലുള്ള വാക്യങ്ങൾ വായിക്കുക. അവിടെ ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരുന്ന് അവൻ അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും ആകുന്നു എന്ന് അവൻ കൽപ്പിച്ചു. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത് സംഭവിച്ചു തീർന്നു. ഞാൻ അൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവ നീരുറവിൽ നിന്നും സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവന് അത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ഈ പ്രഭാതത്തിൽ നമ്മുടെ കണ്ണുനീരും കഷ്ടവും ദുഃഖവും ദുരിതവും എല്ലാം സമ്പൂർണമായി മാറ്റി നമുക്ക് ആശ്വാസം നൽകുന്ന മഹാദൈവമാണ് കർത്താവായ യേശു. പാപഭാരത്തിൽ നിന്നുള്ളതായ ആശ്വാസം, ജീവിതഭാരത്തിൽ നിന്നുള്ളതായ ആശ്വാസം നമ്മുടെ കർത്താവ് നമുക്ക് നൽകുന്നു. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കുമെന്ന് കർത്താവായ യേശുക്രിസ്തു വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കൽ കടന്നു വന്ന്
കർത്താവെന്ന രക്ഷിതാവിൽ കൂടിയുള്ള യഥാർത്ഥ ആശ്വാസവും സമാധാനവും പ്രാപിക്കുവാൻ ഈ പ്രഭാതത്തിൽ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവമാകുന്ന കർത്താവ് അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ. ഈ പകലിൽ ദൈവം എല്ലാ നന്മകളും നിങ്ങളുടെ ശിരസിന്മേൽ നൽകട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമീൻ. തൃപ്തി